അതിസാഹസികമായ രക്ഷപ്പെടലാണ് ഷൈൻ ടോം ചാക്കോ നടത്തിയത്. ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് ജനാല വഴി പുറത്തേക്ക് ചാടുക, ഷീറ്റുമേഞ്ഞ മേൽക്കൂരയിൽ നിന്ന് പിന്നീട് സ്വിമ്മിംഗ് പൂളിൽ ചാടി അവിടെ നിന്ന് 2-ാം നിലയിലെ സ്റ്റെയർകേസ് വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുക. ഹോട്ടലിൽ നിന്നും ഷൈൻ രക്ഷപ്പെട്ട മാർഗം ആരെയും അമ്പരപ്പിക്കുന്നതാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം താൻ ഓടി രക്ഷപ്പെട്ടെന്ന വാർത്ത നൽകിയ മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുമുണ്ട്. തികച്ചും നാടകീയമായ രംഗങ്ങളായിരുന്നു PGS വേദാന്ത ഹോട്ടലിൽ നടന്നത്. ഡാൻസ് ഓഫ് സംഘം ഷൈൻ ടോം ചാക്കോയെ പിടികൂടാൻ ഹോട്ടലിലേക്ക് എത്തുന്നു. 3-ാമത്തെ നിലയിൽ 317-ാം നമ്പർ മുറിയിലായിരുന്നു ഷൈൻ ടോം ചാക്കോയും 2 സുഹൃത്തുക്കളും. ഈ സംഘം എത്തുന്നതറിഞ്ഞ് ഷൈൻ ടോം ചാക്കോ ഈ 3-ാമത്തെ നിലയിലെ തന്റെ റൂമിലെ 3-ാമത്തെ നിലയിലെ ബാൽക്കണി വഴി താഴേക്ക് 2-ാമത്തെ നിലയിലേക്ക് ചാടുന്നു. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. ഈ ഷീറ്റിലേക്കാണ് ഷൈൻ ടോം ചാക്കോ ആദ്യം ചാടിയത്. ആ വീഴ്ചയിൽ ആ ഷീറ്റിൽ ചെറിയ പൊട്ടലുണ്ടാകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അതിനുശേഷം നേരെ 2-ാമത്തെ നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. സ്വിമ്മിംഗ് പൂളിൽ നിന്നാണ് സ്റ്റെയർ കേസ് വഴി താഴേക്ക് എത്തിയ ഷൈൻ ടോം ചാക്കോ റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായി ഷൈൻ ടോം ചാക്കോയെ തിരഞ്ഞുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി തന്നെ ഷൈൻ ടോം ചാക്കോ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി കൈവശം വയ്ക്കുന്നുണ്ട് എന്ന പല പരാതികളും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഷൈൻ ടോം ചാക്കോയെ പിടികൂടുന്നതിനു വേണ്ടി രാത്രിയോടുകൂടി ഈ ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തത്. 2 കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. ഒന്നെങ്കിൽ ഷൈൻ ടോം ചാക്കോ രാത്രി ലഹരി ഉപയോഗിച്ചിരുന്നു, അല്ല എന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ ലഹരി ഉണ്ടായിരുന്നു. ഈ 2 സാധ്യതയാണ് പോലീസ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയായിരിക്കണം സംഘത്തെ കണ്ടതോടുകൂടി ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടതെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. എന്തായാലും വിശദമായി ഷൈൻ ടോം ചാക്കോയെ പിടികൂടി ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പരിശോധന ഉണ്ടാവും. അതിനെക്കുറിച്ച് അറിവായിട്ടില്ല. അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടിയിട്ടില്ല, അറിയില്ല അതിനെക്കുറിച്ചൊക്കെ. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.